CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ കോൺഗ്രസിലെ പോസ്റ്റർ പ്രതിഷേധം വീണ്ടും. മുൻ MP TN പ്രതാപനെതിരെ DCC ഓഫീസിന്റെ മതിലിലും പ്രസ് ക്ലബ് പരിസരത്തുമാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. പ്രതാപൻ കോൺഗ്രസിനെയും അണികളെയും വഞ്ചിച്ചു, പാർട്ടിയെ ഒറ്റിക്കൊടുത്തു, RSS സംഘപരിവാർ ഏജന്റാണ് TN പ്രതാപൻ തുടങ്ങിയ വാചകങ്ങളാണ് പോസ്റ്ററിൽ പങ്കുവച്ചിട്ടുള്ളത്. മന്ത്രി K രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കൈമാറി. നിയമസഭാംഗത്വം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് സ്പീക്കർ ഷംസീറിനും രാധാകൃഷ്ണൻ നൽകി. ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് വിജയിച്ചതിനെ തുടർന്നാണ് രാജി. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിന് നാളെ കുന്നംകുളത്ത് അരങ്ങുണരും. ജൂൺ 19 മുതൽ 22 വരെ കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് സംസ്ഥാന ഇന്റർപോളി കലോത്സവം നടക്കുന്നത്. ദേശീയപാത അകലാടിൽ KSRTC ബസ്സിൽ നിന്നും തെറിച്ചുവീണ യുവതിക്കും 3 വയസ്സുകാരിയായ മകൾക്കും പരിക്കേറ്റു. അകലാട് മൊയ്തീൻപള്ളി സ്വദേശി കൊട്ടാരപ്പാട്ട് ഹാദിബ, മകൾ 3 വയസ്സുകാരി സൈനബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചെളിക്കുളമായി ആൽത്തറ ദ്വാരക റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും മണ്ണ് ഒലിച്ചെത്തിയതോടെയാണ് റോഡ് ചെളിക്കുളമായത്. ഗുരുവായൂർ നഗരസഭയിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 17ാം വാർഡിലുള്ളവർക്കായി ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന 1/2 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള പുസ്തകവുമായി വായനാ ലോകത്ത് വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുകയാണ് ഗിന്നസ് സത്താറാദൂർ. കഥാസമാഹാരങ്ങളുടെ 1 സെന്റിമീറ്റർ വലിപ്പമുള്ള പുസ്തകം നിർമ്മിച്ച് വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയ സത്താറാദൂർ ഈ കുഞ്ഞൻ പുസ്തകത്തിലൂടെ തന്റെ റെക്കോർഡ് തന്നെയാണ് ഭേദിക്കുന്നത്. മുയൽക്കൂട്ടിൽ നിന്നും 12 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. ചാവക്കാട് മണത്തല കായൽ റോഡിൽ തൊടുവീട്ടിൽ ധനേഷിന്റെ വീട്ടിലുള്ള മുയൽക്കൂട്ടിൽ നിന്നുമാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സാധാരണക്കാരോട് കടങ്ങോട് വില്ലേജ് ഓഫീസർ മോശമായ രീതിയിൽ പെരുമാറുന്നതായി പരാതി. വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കടങ്ങോട് ശേഖരത്ത് വീട്ടിൽ ഹേമ ശശികുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരം 2024 എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് ONV ഹാളിൽ നടന്ന സദസ്സ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു ഉദ്ഘാടനം ചെയ്തു. ജൂൺ 15, 16 തീയതികളിലായി കുന്നംകുളം ടൗൺ ഹാളിൽ നടന്നുവന്നിരുന്ന കേരള മഹിളാ സംഘം തൃശൂർ ജില്ലാ ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. കേച്ചേരി പുഴയുടെ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ച് ഹരിത കേരളം മിഷന്റെ പച്ചത്തുരുത്ത് നിർമ്മാണം. കേച്ചേരി പുഴയുടെ ഭാഗമായ പാറന്നൂർ കുരുത്തിച്ചാൽ പാലത്തിന് സമീപത്തായി പുഴ കയ്യേറിയ ഭൂമി ഒഴിപ്പിച്ച് 15 സെന്റോളം സ്ഥലത്താണ് ഹരിത കേരളം മിഷന്റെ പച്ചത്തുരുത്ത് പദ്ധതി നടപ്പിലാക്കിയത്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബത്താനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഫാദേഴ്സ് ഡേ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ പ്രസംഗം, പാട്ട്, സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചു. ദളിത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി 83ാം അനുസ്മരണ സമ്മേളനം കുന്നംകുളത്ത് നടത്തി. സംഘടനാ ചെയർമാൻ TK ബാബു ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.